അങ്ങനെ കൊടൈക്കനാലിലെ രാത്രികൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ഇനി പോവുകയാണ് ഗൈസ്. അതും റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് വീട്ടിലേക്കും പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ പോകുന്നത് ഇപ്പം അടുത്ത് ഏറെ പോപ്പുലറായ ഒരു സിനിമയായിരുന്നു ഏത്, മഞ്ഞുമൽ ബോയ്സ്. യെസ്, അതിൽ ഏറ്റവും പോപ്പുലറായ ഒരു സ്ഥലമായിരുന്നു ഗുണ കേവ്. ഇനി നമ്മൾ പോകുന്നത് അവിടേക്കാണ് ഗൈസ്. പക്ഷെ ഒരു സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഈ റൂം വെക്കേറ്റ് ചെയ്യുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് ഈ കൊടൈക്കനാലിൽ നിന്ന് പോകുന്നതേ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ കൗണ്ടറിൽ ആളില്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം ആളെ നോക്കി, പക്ഷെ ആളവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ആൾ വന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. കീ ഒക്കെ ഏട്ടൻ കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, ഇനി പോവുക തന്നെ. പിന്നെ നമുക്ക് തന്നിരുന്ന ടൈമും കഴിഞ്ഞിരുന്നു കേട്ടോ. നമ്മളോട് 10 മണിക്ക് വെക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മളിനി പോകുന്നത് ഗുണ കേവിലേക്കാണ് ഗൈസ്. അതിന് മുമ്പ് ഏതെങ്കിലും സ്ഥലം വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയും കയറാനായിട്ടും പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു ഗൈസ്. തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കാറിലേക്ക് കയറി. കാറ് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം കാറിന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ തണുപ്പത്ത് കുറേ നേരം നിർത്തിയിട്ടല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് സ്റ്റാർട്ടാക്കാൻ വെച്ചു. അങ്ങനെ ഞാനും കണ്ണനും കുറേ നേരം അതിൻ്റെ ഉള്ളിലിരുന്നു. കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഏട്ടൻ കാറ് സ്റ്റാർട്ടാക്കി പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡേഞ്ചർ അല്ലേ എന്ന്. ഇല്ല കേട്ടോ, നമ്മൾ കണ്ണൻ അപ്പുറത്തേക്ക് പോകാറില്ല. അതായത് ഡ്രൈവർ സീറ്റിൻ്റെ അവിടേക്ക് കണ്ണൻ പോവാറേ ഇല്ല. കാരണം നമ്മൾ ആദ്യം അവന് വാർണിംഗ് കൊടുത്തിരുന്നു. അങ്ങനെ പിന്നെ ഏട്ടൻ കാറിലേക്ക് വന്നു. കാർ സ്റ്റാർട്ടാക്കി. നമ്മളിനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം നമ്മൾ കണ്ണിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തുട്ടോ. കാർ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെള്ളം കൊടുക്കുന്നതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമുണ്ട്. ആൾക്ക് വെള്ളം കാര്യങ്ങളും ചായയൊക്കെ പിന്നെ ആദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് കുറേ വണ്ടികളുണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ TN ആണ്, തമിഴ്നാട്ടുകാരതാണ്. നമ്മളെ മലയാളികളെയൊക്കെ കാണുന്നതിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മലയാളികൾ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മളവിടെ ചെന്നപ്പോൾ ഫുള്ള് സംസാരിച്ചത് തമിഴായിരുന്നു ഗൈസ്. തമിഴിൽ ഒരു അറിവില്ലെങ്കിലും നമ്മൾ ഈ സിനിമയൊക്കെ കണ്ട അറിവിൽ സ്ഥലമൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആളുകളോട് അങ്ങോട്ട് എങ്ങനെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ ഞാൻ ഭയങ്കര പ്രോ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഏട്ടൻ പറയോ നീ വല്ലാണ്ട് അങ്ങ് ഓവറാക്കല്ലേ എന്നൊക്കെ പറയും. എന്നാലും കാര്യമില്ല, നമ്മളങ്ങനെ പോവാണ് ഗൈസ്. ചോദിച്ച് പോവാണ് ഗൈസ്. പക്ഷെ നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പരിചയപ്പെട്ട ആ ചെങ്ങായി നമ്മളോട് പറഞ്ഞിരുന്നു, ചേട്ടൻ നമ്മളോട് പറഞ്ഞിരുന്നു ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും പോകാൻ ഭയങ്കര എളുപ്പമാണെന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ റൂം പരിചയപ്പെടുത്തുന്നത്. അവർ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ദൂരെ പോകാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതേപോലെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. ഒന്നാമത് ഭയങ്കര വെയിൽ. കണ്ണൻ ഒരിക്കലും അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മലമ്പുഴയിൽ പോയപ്പോൾ തന്നെ അവന് നടക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെയിലായപ്പം. പിന്നെ നമ്മളും ആദ്യം വിചാരിച്ചു കൊടൈക്കനാൽ ഗുണ കേവിലൊക്കെ ഒന്ന് പോയി നോക്കാം, എന്നിട്ട് വരുന്ന വഴിക്ക് വേണമെങ്കിൽ പോരാന്നുള്ളത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുതിരേൻ്റെ റേസ് ഇല്ലേ, ഹോഴ്സ് റേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആളുകൾ കയറിയിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൽ കയറാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പിന്നെ ആ കാര്യമൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ പോവാണ് ഗൈസ്. പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടെ ഒന്നാമത് നമ്മൾ ഈ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസിനെക്കാട്ടും കൂടുതൽ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ കാഴ്ചകളൊക്കെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടുത്തെ ഫുഡ് എനിക്കൊന്നാമത് പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ഫുഡായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചിക്കൻ്റെ ഐറ്റംസൊക്കെ ഏകദേശം ഒരുപോലെയായിരുന്നു. പിന്നെ റേറ്റ് പറഞ്ഞാൽ നല്ല റേറ്റാണ് ഗൈസ്. നമ്മളൊക്കെ ഇവിടുത്തെ ഫുഡിൻ്റെ, അതായത് നമ്മൾ 10 രൂപേൻ്റെ പൊറാട്ടയ്ക്ക് അവിടെ 30 രൂപ എങ്ങാനും കൊടുക്കണം എന്ന് തോന്നുന്നു. അതും ചെറിയ പൊറാട്ടോ. എന്തായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ പോവാണ്. ഗുണ കേവ് എത്താനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ണനായിട്ട് ഭയങ്കര സംസാരത്തില്ല കേട്ടോ. ഞാൻ ആളെന്നോട് ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിച്ചിരുന്നുണ്ട്. അമ്മ അങ്ങ് നോക്കി അവിടെ കുതിര, അമ്മ ഇങ്ങ് നോക്കി ഇവിടെ പശു, അവിടെ മറ്റേ തെരുവ് പശുക്കൾക്ക് കൂടുതലുള്ളതുകൊണ്ട് അതിനെന്താ പറയുക, അങ്ങാടി പശുവോ, എന്തായാലും അതൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ആൾക്കതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലെ പശുവിനൊക്കെ തൊഴുത്തിലല്ലേ കാണാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കെട്ടിയിടാൻ കൊണ്ടുവരുമ്പോൾ മാത്രം. പിന്നെ കുറവാട്ടോ കമ്പാരിറ്റീവ്ലി. പക്ഷെ അവിടെ നോക്കിയപ്പോൾ എല്ലായിടത്തും പശു. ആ പശുവൊക്കെ നമ്മളെ കാറിൻ്റെ മുന്നോട്ടൊക്കെ വരുന്നു. പേടിയുള്ള കാര്യമാണ്, റിസ്ക് ഉള്ള കാര്യമാണ്. എങ്കിലും അവറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയേ? അപ്പം അവറ്റങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങാടി പശു ആവുന്നത്, നമ്മളെ നാട്ടിലെ പശുവായിട്ട് എങ്ങനെയാണ് അവർ ഡിഫറൻസ് ആവുന്നത്? എനിക്ക് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കൂലേ? അതായത് അവരിങ്ങനെ നമ്മൾ തിരിച്ചറിയാം. നമ്മളിനിപ്പോൾ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ടാൽ അപ്പോൾ അത് അങ്ങാടി പശു ആവില്ലേ, അത് നാടൻ പശു ആവോ? അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ പൈൻ വാലിയോ, ഓ മൈ ഗോഡ്, അത് ഊട്ടിയിലാണല്ലോ. എന്തായാലും നല്ല നല്ല മരങ്ങൾ, അതിന് പൈൻ മരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മരങ്ങളെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നിൽക്കുന്നതന്നെ കാണാൻ. നമ്മളെ നാട്ടിലൊന്നും എന്താ ഇങ്ങനത്തെ മരങ്ങളൊന്നും ഇല്ലാത്തേ? ഉണ്ടെന്ന് തോന്നുന്നൂലേ നമ്മളെ നിലമ്പൂർ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കാഴ്ചയൊക്കെ.
അങ്ങനെ നമ്മൾ ഗുണാക്കേവിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തെത്തിയപ്പോൾ നമ്മളിവിടെ കുറേ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ടിക്കറ്റിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 10 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയി, കണ്ണന് എന്തായാലും വിശക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കൈതച്ചക്ക പൈനാപ്പിൾ വാങ്ങി കേട്ടോ. ആൾക്ക് പൈനാപ്പിൾ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പൈനാപ്പിളാണ് നമ്മൾ വാങ്ങിയത്. മാങ്ങയൊക്കെ നല്ല മുളക് തേച്ചതുണ്ട് കേട്ടോ. പക്ഷെ മാങ്ങയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അതിനോട് വലിയ ക്രേവിങ്സും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ വാങ്ങി ഇനി ടിക്കറ്റ് എടുക്കാനുള്ള പോകുന്ന പരിപാടിയിലാണ്. അപ്പോൾ ടിക്കറ്റിന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 10 രൂപ എങ്ങനെ എന്തോ ഉള്ളൂ എൻട്രി ഫീസ്. അങ്ങനെ നമ്മൾ കയറി ഗൈസ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്ന ഈ സ്ഥലത്ത് നല്ല വ്യൂ ആണ്. അപ്പുറത്തേക്ക് നമുക്ക് തോന്നുന്നു നല്ല എന്താ പറയുക മഞ്ഞ് മൂടിയ പ്രദേശങ്ങളൊക്കെ കാണാം, വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ആനേൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് കണ്ടത്. 3 ആനകളുണ്ട്, അല്ല 4 ആനകളുണ്ട് ഗൈസ്. അങ്ങനെ ഈ ആനകളുടെ പ്രതിമയൊക്കെ കണ്ണന് ഭയങ്കര ഇഷ്ടമായി. അല്ല ഗൈസ് 3 ആനകൾ തന്നെയാണ്, ഒരു കുട്ടിയാനയുണ്ടോ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ കണ്ടെത്തിക്കോ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ കാഴ്ചയൊന്നുമില്ല. അവിടെ എന്തോ ഒരു പള്ളി പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് പരിപാടി ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം നടക്കാനും ഇരിക്കാനൊക്കെ പറ്റും, മരത്തിൻ്റെ തണലിലൊക്കെ ഇരിക്കാം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ചൊരു തണുപ്പൊക്കെ അനുഭവപ്പെട്ടു കേട്ടോ. അതായത് വെയിലൊക്കെ ഏകദേശം വിട്ടിട്ടുണ്ട്. ഒരു തണുപ്പും വെയിലും ചേർന്നൊരവസ്ഥയാണ്. വെയിലില്ല, ഒരു തണുത്ത അവസ്ഥ. നമ്മളെ നാട്ടിലേക്ക് ഒരു വൈകുന്നേരത്തിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവില്ല, എന്നാലും ഞാൻ പറയാം ഇതെന്താ പരിപാടി എന്നുള്ളത്. ഇത് വേറെ ആരുമല്ല ഗൈസ്, നമ്മളെ നാട്ടിലെ ഈ അണ്ണാനില്ലേ, ആ അണ്ണാൻ്റെയൊക്കെ വേറൊരു മോഡൽ. അതായത് നമ്മൾ ഈ പിക്ചറിലൊക്കെ ഈ ഗൂഗിളിലും അണ്ണാൻ്റെയൊക്കെ വേറെ വേറെ ടൈപ്പുകളില്ലേ, അതിലൊരു ടൈപ്പാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയാത്തത്. ആളവിടെ ഭയങ്കരമായിട്ട് എന്തോ തിന്നാണ് ഗൈസ്. അപ്പം ഞാൻ വേഗം ഇറങ്ങി വീഡിയോ എടുത്തു കേട്ടോ. നമ്മൾ വരുന്നതിന് മുമ്പ് വേറൊരു ടീംസ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഏട്ടനെ കാറ് നിർത്തിച്ച് അതെടുപ്പിച്ച്. അതിൻ്റെ ഇടയിൽ നമ്മളെ നാടിൻ്റെ അടുത്ത് തൃശ്ശൂരുള്ള ഒരു ടീംസിനെ പരിചയപ്പെട്ടു കേട്ടോ. അവർ മലയാളികളായതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ അവരെയും കമ്പനിക്ക് കിട്ടി. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കാറിലും അവരവരെ കാറിലുമാണ് ഗുണാക്കേവിലേക്ക് വിട്ടത്. ഗുണാക്കേവിലേക്ക് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇത് 1 വേ ആയതുകൊണ്ട് നമുക്ക് അതിലേ അങ്ങ് തിരിച്ചു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ട് തന്നെയാണ് ആ വഴി പോകുന്നത്. അങ്ങനെ കാറൊക്കെ ആദ്യം പോയി പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോഴൊക്കെ അവിടെ കുരങ്ങന്മാരാണ് കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അവർ മരത്തുമ്മൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്ന കണ്ടിട്ട് കണ്ണന് ഭയങ്കര ആവേശം കേട്ടോ. പിന്നെ കണ്ണൻ അവരെ കൂടെ കളിക്കണം എന്നായി. പണിപ്പാളിയിലെ ആള് കരച്ചിലായി, പീച്ചിലായി. നമ്മൾ കുറേ പറഞ്ഞു നോക്കി, എന്നിട്ടൊന്നും ആൾക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഓംപ്ലേറ്റ് അടിച്ചു കേട്ടോ. ഒന്നാമത് കുട്ടിക്ക് വിശക്കുന്നുണ്ടായിരിക്കും, നമ്മളും കഴിച്ചു. ഇവരുടെ ഓംപ്ലേറ്റിൽ മസാലയൊക്കെ ഇടും കേട്ടോ, അതായത് മുളകും പൊടി അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ്. പിന്നെ റേറ്റാണ് ഗൈസ്, ഭയങ്കര സീനാട്ടോ അവിടുത്തെ റേറ്റിൻ്റെ കാര്യം കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മളായിരിക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ അല്ല പേരിട്ട്, നമ്മളെ നാട്ടിൽ ജീവിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന്. ഇനി നമ്മൾ മലയാളികളെ കണ്ടിട്ട് അവരിട്ട് കത്തിക്കുന്നതാണോ ഒന്നും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെയുള്ള കേസുകളും ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ഈ ഗുണാക്കേവിലേക്ക് എടുക്കുമ്പോഴും 10 രൂപ 15 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ ടിക്കറ്റിൻ്റെ റേറ്റ്. അതുകൊണ്ട് നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല, ടിക്കറ്റിൻ്റെ റേറ്റ് പൊതുവേ നല്ല കുറവാണ്. അങ്ങനെ നമ്മൾ കയറി ഗൈസ് ഗുണാക്കേവിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ കണ്ണന് ഭയങ്കര ചീച്ചിൽ സ്വഭാവമായി. കാരണം കണ്ണന് ഈ കുരങ്ങന്മാരെ കണ്ടിട്ട് അവരെ കൂടെ ഇങ്ങനെ കളിക്കണം എന്നായി. പിന്നെ എനിക്ക് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ. ഞാൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ, അവിടെ കുറേ മരങ്ങളാണ് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ, അതൊക്കെ കണ്ടു. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, മഞ്ഞുമ്മൽ ബോയ്സിൽ ഇതൊന്നും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന്. പിന്നെ അവിടുത്തെ ആകെ രീതികൾ മാറിയിട്ടുണ്ടല്ലോ. പിന്നെ അത് കുറേ മുമ്പുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത രീതിയിലാക്കിയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ പോവാണ്. കണ്ടില്ലേ കണ്ണനെ കരച്ചിലുണ്ടില്ലേ നിങ്ങളെല്ലാവരും. അവിടെ ഉള്ളവരൊക്കെ എന്നെ നോക്കുക, എന്താ കുട്ടി കാരണിട്ട് മൈൻഡ് ചെയ്യാത്തതെന്ന്. മൈൻഡ് ചെയ്ത ആൾ ഒരുപാട് കരയാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മൾ വല്ലാണ്ട് ബോധേഡ് ചെയ്യാത്തത്. അതോടെ എൻ്റെ മുഖത്തും സന്തോഷത്തിനും ചെറിയൊരു മങ്ങലൊക്കെ തട്ടി തുടങ്ങിയിട്ടോ. എന്നാൽ നമ്മൾ കാര്യമാക്കിയില്ല, അങ്ങ് പോയി. ഏട്ടൻ കുറേ കുട്ടീനെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, ഏട്ടൻ്റെ അടുത്ത് നിന്നാൽ കുറച്ചുകൂടെ അലമ്പാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടാണ് ഉള്ളോട്ട് കയറിയത്. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ കുറേ ടീംസ് ഉണ്ട് ഗൈസ്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം കത്തിയിട്ടോ നമ്മളെ മഞ്ഞുമ്മൽ ബോയ്സിലെ സീനുകളൊക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ ചെന്നപ്പം നല്ല രസമായിരുന്നു. അവിടെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. കുഴികളൊക്കെ ഇതേപോലെ സുഭാഷ് വീണില്ലേ, ആ കുഴികളെ പോലെ തന്നെ കുറേ കുഴികളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളെ ഫോട്ടോസ് എടുത്തുട്ടോ. ഇവരുടെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിലൊരു ചെറിയ ചെക്കനാട്ടോ നമ്മളെ ഫോട്ടോ എടുത്തത്. ആൾ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്തു തരും. എന്നിട്ട് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മളോട്
ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് നല്ല പോസ്റ്റുകളൊക്കെ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഈ ഏട്ടനാണ് കേട്ടോ നമുക്ക് ഫോട്ടോസൊക്കെ തന്നത്. ആള് വീഡിയോക്ക് നിന്നും തന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ 150 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ റേറ്റ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഗുണാക്കേവും കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്നുള്ളതിൽ നമ്മൾ കയറുകയാണ്. ഇതിങ്ങനെ കുറേ കല്ലുകളും പാറക്കല്ലുകളും അതിൻ്റെ മരങ്ങളുടെ വേരാണ് മെയിനായിട്ട് ഇവിടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഈ വേരുകൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കണ്ണനെ ഏകദേശം ഒതുക്കിയിട്ടുണ്ട്. കാരണം കണ്ണൻ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ആൾ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത് തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ആൾ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ എടുത്ത ആളുടെ മിടുക്കായിരിക്കാം. ആള് ഫോട്ടോ ക്യാമറയിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ കണ്ണൻ കൃത്യമായിട്ട് ക്യാമറയിൽ ശ്രദ്ധിക്കുന്നു കണ്ടിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഞാനൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ആൾക്ക് എന്തൊരു ഡിമാൻഡാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ നല്ലോണം മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് അവിടെ ഗേറ്റ് കൊണ്ടൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ അവിടുത്തെ മലകളൊക്കെ മഞ്ഞ് മൂടി നല്ല മനോഹരമായിരിക്കുന്നുണ്ട്. ഇതിന് മറ്റേ വരികൾ കൊണ്ടൊക്കെ ഇതാക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ വരികളൊന്നും വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹാരിത ചിലപ്പോൾ തോന്നില്ല. എന്തായാലും നമ്മൾ പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മളതായ രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഏട്ടനൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നു ഹായ് ഒക്കെ പറയുന്നത്. നിങ്ങൾ കാര്യമാക്കണ്ട. അങ്ങനെ പിന്നെ കണ്ണനോടും ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഞാൻ ആദ്യം കൂടണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ആൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ആയിക്കോട്ടെ അമ്മ എന്നുള്ളതിൽ നിന്ന് തരുന്നതാണ്. ഈ അമ്മയ്ക്ക് എന്താ വട്ടാണോ എന്നൊക്കെ എന്നോട് വിചാരിക്കുന്നുണ്ടാവും. കുറച്ച് വലുതാവുമ്പോൾ അവൻ തീരെ നിന്ന് തരുന്നുണ്ടാവില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുഴി. ഈ കുഴിയൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുഴികളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ മരങ്ങൾ കൊണ്ട് മൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്ര രസം ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇരിക്കാൻ നമുക്ക് ഒന്നാമത് അവിടെ ഒരു ഏർമാടം പോലൊരു സംഭവം ഉണ്ട്. അതൊക്കെ എനിക്കൊന്നും പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഓപ്പൺ അല്ല നമുക്ക് കയറാനൊന്നും. ഇവിടെ ഒന്നാമത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ആളുകളെ റെസ്ട്രിക്റ്റ് ചെയ്തതാവാം. പിന്നെ മഞ്ഞുമൽ ബോയ്സിൽ തന്നെ ഉണ്ടല്ലോ അവരെ എടുത്ത് ചാടുന്നത് ഇങ്ങനത്തൊക്കെയോ അല്ലേ. അപ്പോൾ നമ്മൾ ഗുണാക്കേവ് എന്താണെന്നല്ലേ ഗൈസ് സത്യത്തിൽ കാണേണ്ടത്. ഇത് നമ്മൾ അവിടുത്തെ വ്യൂ ആണ് നമ്മൾ കണ്ടത്. ഗുണാക്കേവിൻ്റെ അവിടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. എങ്കിലും അവിടേക്ക് പോകാനല്ല അവിടേക്ക് കാണാനുള്ള റൈറ്റൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോഴൊക്കെ ഈ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. കണ്ണനാണെങ്കിൽ അത് കാണുമ്പോൾ ആളെ സ്വഭാവം മാറാൻ തുടങ്ങും. കല്ലെടുക്കലായി, കുരങ്ങനെറിയലായി, അതെങ്ങാനും വന്ന് മാന്തിയാലോ. അപ്പം ഇതാണ് ഗൈസ് നമ്മൾ ഈ പോകുന്നത് ഈ ഗുണാക്കേവിലേക്കാണ്. ഈ താഴെയാണ് ഗുണാക്കേവ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അവിടേക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ നോക്കിയപ്പോഴും ഇതേ കുരങ്ങൻ. എൻ്റെ ഗൈസ് ഈ കുരങ്ങന്മാരെ കൊണ്ട് തോറ്റു. കുരങ്ങന്മാരെ കൊണ്ടല്ല തോറ്റത്, എൻ്റെ കുട്ടീനെ കൊണ്ടാണ് മെയിനായിട്ട്. കാരണം അവൻ കുരങ്ങനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താ അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശരിയാവില്ല, കുട്ടിയല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ ഗുണാക്കേവിലേക്കൊക്കെ ഏന്തി വെക്കിട്ടോ. വലിയ രീതിയിലൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു കുടയൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ എടുക്കാനൊന്നും കഴിയില്ലല്ലോ ഗൈസ്. ചിലപ്പോൾ കാറ്റത്ത് പാറിപ്പോയതായിരിക്കാം. അപ്പം ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ, പിന്നെ എനിക്ക് അവിടെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താ അറിയുമോ, അവിടെ ഒരാൾ നോയ്സ് ഉണ്ടാക്കിയാൽ അവിടെ മൊത്തം ഏറ്റുപിടിക്കും. ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു. കാരണം സുഭാഷേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതായത് അവരുടെ ഇടയിലും ആ സിനിമ അത്രത്തോളം ഇറങ്ങി ചെന്നിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതൊക്കെ. കാരണം അവിടെ ചെല്ലുമ്പോൾ സുഭാഷേ എന്നൊക്കെ വിളിച്ചിട്ട് അവരിങ്ങനെ ആർക്കുക. അപ്പം നമ്മളും അതിൻ്റെ കൂടെ അതേപോലെ എക്കോ അടിക്കുന്ന പരിപാടിയിലായിരുന്നു നമ്മൾ. പിന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ. ഈ ഒരു റിലാക്സേഷൻ എനിക്ക് ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടിയായതിനു ശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ നാട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു പോയിരുന്നത്. നമ്മളെ ഈ കേരളം വിട്ട് നമ്മൾ അങ്ങനെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര ഞങ്ങൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു വലിയൊരു ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതൊന്ന് ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഈ നാട് വിട്ടു കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പേരെ വിളിച്ചിരുന്നു കേട്ടോ. അതായത് ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു നമ്മളെ കൂടെ പോരാൻ. പക്ഷെ ആർക്കും എന്തോ അവരുടേതായ തിരക്കുകൾ അവർക്കും ഉണ്ടാവുമല്ലോ. നമുക്ക് ഒക്കുന്ന സമയം അവർക്ക് ഒക്കുന്നില്ല. അതുകൊണ്ട് അവർ പോകുന്നില്ല. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയബിൾ ആക്കായിരുന്നു. പിന്നെ ഇത് നമുക്കായി കിട്ടുന്ന ക്വാളിറ്റി ടൈം ആയതുകൊണ്ടും വേറെ പ്രൈവസി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നിയത്. എന്തായാലും പിന്നെ നമ്മൾ ഗുണാക്കേവെന്ന് വിട്ടു കേട്ടോ. ഇനി നമ്മൾ വേറെ എവിടെയും കയറാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ അങ്ങ് വീട്ടിലേക്ക് വിടാൻ വിചാരിച്ചു. കാരണം നമുക്ക് ഏകദേശം കുറേ ഇനിയും യാത്ര ചെയ്യാനുണ്ട് വീട്ടിലേക്ക്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തായാലും ഈ അങ്ങോട്ട് പോയതിൻ്റെ ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ എവിടെ പോയാലും അങ്ങനെയാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു തരാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷേ ഈ മാരേജ് എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു
ഫീലിങ്സ് ഇല്ലാതായത്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ എത്തിപ്പെട്ട ഇടം മനോഹരമായത് കൊണ്ടാവാം എനിക്കിവിടെ അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ കിട്ടുന്ന ചില കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടില്ല. എന്നാലും സാരമില്ല, നമുക്ക് സെറ്റായിട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിൽ തന്നെ ദൈവത്തിനോട് നന്ദി അറിയുന്നു. അതിന് എനിക്കിങ്ങനെ ഒരു പാർട്ട്ണറിനെ കിട്ടിയാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഗൈസ്. ഞാൻ അത്രയും ലക്കി ആയിരിക്കാം. പിന്നെ എൻ്റെ കുട്ടിയും എന്നെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നിലും അവൻ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായി ഉണ്ടാക്കി തന്നിട്ട് തന്നെ ഇല്ല കേട്ടോ ഗൈസ്. അതിൽ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആളൊരു പാവാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില വാശികളും ഇതൊക്കെ അവനുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ് ഗൈസ്. എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തൊക്കെ കുട്ടികളുണ്ട് കേട്ടോ അവൻ്റെ അതേ ഏജിലുള്ള. അവരെയൊക്കെ വെച്ച് നോക്കുമ്പം ആൾ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതന്നെ എനിക്കൊരു ലക്കിയല്ലേ. പിന്നെ എന്നെ അറിയുന്നവർക്കൊക്കെ അവരൊക്കെ പറയാറുണ്ട്, നിന്റെ കുട്ടീനോട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ആൾ പാവല്ലേ, അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളെന്തായാലും വിഷയത്തിൽ നിന്ന് തെന്നി മാറി. കാരണം നമ്മളിവിടെ പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതായിരുന്നില്ല നമ്മളുടെ വിഷയം, നമ്മളുടെ ഈ ട്രിപ്പായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ യാത്ര ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. പാലക്കാട് എത്തിയപ്പം മന്തിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. മന്തി കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്താണ്. ബിരിയാണിയിൽ നിന്ന് ഒരു വിട്ടുപിടുത്താവട്ടെ എന്നുള്ള രീതിയിലാണ് മന്തി കഴിച്ചത്. പിന്നെ നമ്മൾ പോരുന്ന ദിവസമായിരുന്നു, അതായത് നമ്മൾ പോകുന്ന ദിവസമായിരുന്നു ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ. ആൾ നമ്മളെ കൂടെയാണ് നിൽക്കുന്നത്. ആളെ നമ്മൾ കൊണ്ടുപോകാഞ്ഞത് ഒന്നാമത് ആൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ട്യൂഷനും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ ആൾ വീട്ടിലുണ്ടായിരുന്നില്ല. ആൾ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ പോകുന്നത്. ആളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു പാവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ക്യാരക്ടർ. അതായത് നമുക്ക് ചില കുട്ടികളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവനെ കൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട്, അതായത് ഈ ഏജിൽ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടും ഏകദേശം ഈ ഒരു ഏജിൽ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ അവന് പറ്റുന്നുണ്ടെന്നുള്ളതിൽ ഇന്നത്തെ തലമുറ വെച്ച് കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ്